ഇവിടെ കാണാം, ഇവിടെ ഒരു 3-4 സഞ്ചാരികളുടെയും എഴുത്തുകാരുടെയൊക്കെ അവരെഴുതിയ വാചകങ്ങൾ, അവരുടെ ബുക്കുകളിൽ എഴുതിയിരുന്ന വാചകങ്ങൾ തബൂക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാം. ലോകത്തെ ഏറ്റവും വലിയ സഞ്ചാരിയായിരുന്ന ഇബിൻ ബത്തൂത്തയുടെ ഒരു കുറിപ്പാണ് ഇവിടെ കാണുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ദ ഗ്രേറ്റ് ഖറാവൻ പിൽഗ്രിംസ് എൻ ക്യാമ്പസ് നിയർ ദ സ്പ്രിങ്സ് ഇസ്ലാം തബൂക്കിൽ ആ ഒരു ഏരിയയിൽ they stay there for 4 days in order to rest, water their camels. ഈ ഒട്ടകത്തിൻ്റെ പുറത്തിൽ വന്നിട്ട് ഒട്ടകത്തിന് വെള്ളം കൊടുക്കുകയും പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് വെള്ളം കൊടുക്കുകയും അത് പിന്നെ വെള്ളം പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെന്ന് അൽ-ഉലയിലേക്ക്, താബൂക്കിലേക്ക്, ഇവിടെയൊക്കെ വെള്ളം കൊണ്ടുപോയിരുന്നത് സ്പ്രിങ്സ്, അതായത് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് അവിടെ എല്ലാം ഇവർ 4-5 ദിവസം താമസിച്ച് അവിടെ നിന്ന് യാത്ര തുടർന്നാണ് ഇവിടെ നമ്മുടെ മൊറോക്കൻ സഞ്ചാരിയായിരുന്ന ഇബിൻ ബത്തൂത്ത പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരി, അന്നത്തെ യൂട്യൂബർ, നടന്നും കപ്പലിലും ബോട്ടിലും ഒക്കെ ആയിട്ട് സഞ്ചരിച്ചിരുന്ന ഇബിൻ ബത്തൂത്ത. നമ്മുടെ ഇന്ത്യയിലുമൊക്കെ വന്നിരുന്നു ഇബിൻ ബത്തൂത്ത. ഇപ്പോൾ അയാളുടെ ഖബർസ്ഥാനുള്ളത് മൊറോക്കോയിലാണ്. ഇനി ഒരു കാലത്ത് നമുക്ക് മൊറോക്കോയിൽ പോകുമ്പോൾ നമ്മുടെ അവിടുത്തെ പോയി വിസിറ്റ് ചെയ്ത് ആ വീഡിയോസൊക്കെ നമ്മൾ കാണിക്കാം. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടാബ്ലറ്റാണ്, അതൊരു സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റോണ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ അത്ര ക്ലിയർ അല്ല കേട്ടോ. അതിപ്പം ഞാൻ വായിക്കാനും എനിക്ക് നല്ല ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ചിലപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ക്ലിയർ ആവുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കണക്കത്തെ ഒരു ചെറിയ സിൽവറിൻ്റെ ഒരു പാത്രമുണ്ട്, പിന്നെ ഒരു കൂജയുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയാണ് ഈ റൂമിലുള്ളത്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. കമാൻ, ഇത് തബൂക്ക് അൽ ഹിമായരി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ, അല്ലെങ്കിൽ സഞ്ചാരി എഴുതിയ ഒരു ഡയലോഗാണ്, അല്ലെങ്കിൽ ഒരു വാചകമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ഹിസ് ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോളോയിങ് തബൂക്ക് അബൌട്ട് ഇൻ ദ ഇയർ 9th മെസ്സഞ്ചർ ഓഫ് ഗോഡ് പീസ് ഓഫ് അപ്പോൺ ഹിം ബ്ല അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയുണ്ട് അടുത്തൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സഞ്ചാരിയായിരിക്കാം, ഇബിൻ ഫാദിൽ അല്ലാഹ് അൽ ഉമരീസ്. വല്ലാത്ത പേരുകളാണ്, വായിലൊന്നും കൊള്ളാത്ത പേരുകളാണ്. അതുപോലെ ഇവിടെ ഒരു ചെമ്പിലെ ഒരു നമ്മുടെ നാട്ടിൽ പാലൊക്കെ കൊണ്ടുപോകുന്ന കണക്കത്തെ ഒരു പാൽപാത്രം പോലത്തെ ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ സിൽവറിലെ ഒരു ഗ്ലാസ്, പിന്നെ ഇത് ഈ ഖുർആൻ വെച്ച് വായിക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഖുർആൻ വെച്ച് വായിക്കാനുള്ള ഒരു സ്റ്റാൻഡ്. അതുപോലെ ഇവിടെയും ഒരു ടാബ്ലറ്റ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് വല്ലാതെ എഴുതിയിരിക്കുന്നത്, അത് വളരെ കൂട്ടക്ഷരമായിട്ട്. പിന്നെ അതുപോലെ ഇവിടെ അബുൽ ഫിദ എന്ന് പറയുന്ന ഒരു സഞ്ചാരിയും പുള്ളിയുടെ വാചകങ്ങളിലൂടെ കുറിച്ചിട്ടിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ എല്ലാവരുടെയും വാചകങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരും അടുത്ത റൂമിലേക്ക് പോവാം. കമാൻ. ഇവിടെ ഓഗസ്റ്റസ് വാലിൻ എന്ന് പറയുന്ന ഒരാൾ സഞ്ചാരി, പുള്ളിയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് പറയുന്നത്, ഇത് സിറിയൻ്റെ ബോർഡറിൽ നിന്ന് 4 ദിവസം ട്രാവൽ ചെയ്ത് ഹജ്ജിന് പോകുന്ന ആൾക്കാർ എത്തിയിരുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന തബൂക്ക് കേട്ടോ. അതാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ 60 വീടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഇയർ എഴുതിയിട്ടില്ല. 1845 വെറും 60 വീടുകൾ മാത്രമേ തബൂക്കിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ജൂലിയസ് ഈറ്റിംഗ് വിസിറ്റഡ് ഇൻ തബൂക്ക് 1884 AD അയാളും ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്നും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, അറബിക്കിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് വായിക്കാൻ പറ്റും, എന്നിരുന്നാലും അത് വായിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വായിക്കാം. ഞങ്ങളത് വീഡിയോ വളരെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം.
കമോൺ. ഈ റൂമിനകത്ത് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ക്യാമറയും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ കാല ഫ്ലാഷ് ക്യാമറ വിത്ത് സ്റ്റാൻഡ്. കുറച്ചും കൂടി അർപ്പിച്ച് കാണിക്ക്. ഇങ്ങനെ കണ്ടോ, നമ്മളെ പഴയ കാലത്തെ യാഷിക്ക ക്യാമറ പോലെയുള്ള ക്യാമറ. ഇത് ഏത് കമ്പനിയുടെ ക്യാമറയാണെന്നൊന്നും ഇതിലറിയാൻ പറ്റില്ല കേട്ടോ. അത് നോക്കട്ടെ, ക്യാമറയെല്ലാം അറിയാൻ പറ്റുമെന്ന്. കമ്പനിയൊന്നുമില്ല. ഇത് മെയ്ഡ് ഇൻ നെളിയൻ പറമ്പാണ്, അതായിരിക്കും. അതും അതിൻ്റെ സ്റ്റാൻഡുകളാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ സിന്ദൂരം ഇടുന്ന പോലത്തെ ഒരു ചെറിയൊരു ഡബ്ബയും പിന്നെ ഒരു, എനിക്ക് തോന്നുന്നു ഈ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കാനുള്ള, സാമ്പ്രാണി പുകയ്ക്കാനുള്ള അങ്ങനെയുള്ള വല്ല സംഭവമായിരിക്കും. പിന്നെ ഒരു എണ്ണ ഒഴിക്കുന്ന ഒരു ജഗ്ഗും ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെയും പല സഞ്ചാരികളും വന്ന് എഴുതി വെച്ചതാണ്. അതിങ്ങനെ ഇവിടെ എഴുതി വെച്ചല്ല, അവരെ ബുക്കിൽ എഴുതിയത് ഇവരിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ ആയോധന ഇതിനുപയോഗിച്ചിരുന്ന ഒരു കത്തിയും പിന്നെ രണ്ട് ഈ എന്താ പറയുക, ഇതിനകത്തൊക്കെ നമ്മുടെ ഇവിടെയും ഇതിനകത്ത് പല സഞ്ചാരികളും എഴുതിയ കുറിപ്പുകളുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചേക്കല്ല. Cannon balls, projectiles from the Ottoman era. ഇത് പഴയ കാലത്തുള്ള ഇരുമ്പിലുള്ള ഗുണ്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വെയിറ്റുള്ള സാധനമാണ്. ഇവിടെ അപ്പം ഇത്രയും കാണാനുള്ളൂ. ഈ കോട്ടയിൽ ഇപ്പം ഉള്ളതാണ് നമ്മൾ നിങ്ങളെല്ലാവരെയും കാണിച്ചത്. ഇനി കോട്ട വലുതമായിട്ട് കാണാനില്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെയിൽ കുറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ വന്നു. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ആരെയും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. 5 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു, പക്ഷേ 5 മണിക്ക് ഇന്ന് അടച്ചില്ല. എന്തായാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വെളിയിൽ നിന്ന് അകത്തേക്ക് കയറാൻ ഡൗട്ടായിട്ട് നിന്നപ്പോൾ തന്നെ സൗദി ഈ സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങളെ വിളിച്ച് അകത്തേക്ക് കയറ്റി. അത് അയാൾ അകത്തുനിന്ന് CCTV വഴി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് വൃത്തിയുണ്ട്. നമ്മൾ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. കമോൺ. ഇവിടെ നിങ്ങൾ കാണാൻ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഓഫീസറും ഉണ്ടാവും. അയാൾ വെളിയിൽ നിന്ന് CCTV വഴി നോക്കിയിട്ട് നമ്മളെ അകത്തേക്ക് വിളിച്ച് കയറ്റാണ് പതിവ് കേട്ടോ. നമ്മൾ കയറി വരാത്തതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കേട്ടോ, ഈ കോട്ടയ്ക്കകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് അതിഭയങ്കരമായൊരു കിണറുണ്ട്. കിണർ നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും താഴ്ചയുണ്ട്. പക്ഷേ വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നല്ല താഴ്ചയുള്ള കിണറാണ് കേട്ടോ. ഇതിൻ്റെ മിഡിൽ തന്നെ, അതേ ഈ കോട്ടയിൽ കയറി വരുമ്പോൾ ഇതിൻ്റെ മിഡിൽ തന്നെ ഈ കിണർ കാണുന്നു. വെള്ളം ഉണ്ടാവും, ചിലപ്പം വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൂക്കിലുള്ള ഒരു മഡ് ഹൗസ് കാണാൻ പോകാം കേട്ടോ. സാധാരണ നമ്മളെ നാട്ടിൻപുറത്തെ വീട് ഒന്ന് കാണാൻ പോവാം. ഇവിടെയെങ്കിലും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കുറച്ചിങ്ങനെ വരുന്നുണ്ട്. പഴയ കാലത്തെ വീടാണ്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. സൗദിയിലെ പഴയ കാലത്തെ വീടാണ്. അതിൻ്റെ ഒരു ഇപ്പം മൊത്തം കച്ചടമായി കിടക്കുക കേട്ടോ.
ഒന്നുമില്ല. അയ്യോ, ഇതൊരു വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. കുറേ ദൂരമുണ്ട്. നല്ല വലിയൊരു ബിൽഡിങ്ങാണ്. പക്ഷേ അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശകോശമായി കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ആരുമില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതൊക്കെ അനാശാസ്യ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഒരു അനാശാസ്യ പ്രവൃത്തിക്കൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. കുറച്ച് കച്ചടമായിട്ടൊക്കെ കിടപ്പുണ്ട്, പക്ഷേ വൃത്തിഹീനമല്ല. ഇവിടെയാണ് പണ്ട് സൗദികളൊക്കെ താമസിച്ചിരുന്നതെന്ന് തോന്നുന്നു. പഴയ കാലത്തെ വീടാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഹോളോ ബ്രിക്സ് കൊണ്ടും കുറേയൊക്കെ കെട്ടിയിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മണ്ണ് കൊണ്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിലും അകത്ത് കയറി വരുമ്പോഴത്തേക്കും ഹോളോ ബ്രിക്സ് കൊണ്ട് അത് ഇതുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതേ ഇവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ റീകൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആരുടെയൊക്കെ പ്രോപ്പർട്ടിയാണ്. അതിങ്ങനെ ഓരോരുത്തർക്കും പാർട്ടീഷൻ ചെയ്തൊക്കെ കൊടുത്തപ്പോഴേ അവരവരിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതിനകത്തൊക്കെ ഉള്ള ഒരു കണ്ടില്ലേ, ചെറിയ ചെറിയ വാതിലുകളും ഇതൊക്കെയാണ്. ഇത്രയും ചൂടിൻ്റെ ഇടയിൽ ഇവരിവിടെയാണ് ഈ മഡ് ഹൗസുകളിലാണ് അവർ താമസിച്ചിരുന്നത്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും കാണാൻ മഡ് ഹൗസിനില്ല. അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീർത്തും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാനിവിടെ വന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. സൗദി അറേബ്യയിലെ ഹിസ്റ്ററിയൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ഇതാണല്ലോ പഴയ കാലഘട്ടത്തിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതാണ് തബൂക്ക് കോട്ടയുടെ ചുറ്റുവട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ചുറ്റുവട്ടം. ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടായിരുന്നു. അതിൽ പണ്ട് വെള്ളം ഉണ്ടായിരുന്നതൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും അതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇവിടുത്തെ ഈ പിക്ചറിൽ ഈ പോണ്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് വെള്ളം ഉള്ളതായിട്ട് പിക്ചറിൽ കാണിക്കുന്നില്ല. അന്ന് വെള്ളം ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഇതാണ് ഈ കോട്ടയുടെ പോണ്ട്. ഇത്രയും ഉണ്ടായിരുന്നുള്ള കോട്ട. നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് റസൂലും സഹാബാക്കളും ഒക്കെ ഇവിടെ വന്ന സമയം ഇവിടെ തങ്ങി യുദ്ധത്തിന് വേണ്ടിയിട്ട്. പക്ഷേ യുദ്ധം നടന്നില്ല. അങ്ങനെ അവരിവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഹിസ്റ്ററിക്കലി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കമോൺ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പുതിയ നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.